അസ്സലാമലൈക്കും. ഇന്ന് ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു പരിപ്പ് കറിയാണ്. അതിലോട്ട് നമ്മൾ അരക്കപ്പ് പരിപ്പ്, അതേപോലെ തന്നെ കുതിർത്ത് വെച്ചതാണ് കേട്ടോ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒറ്റ വിസിലടുപ്പിക്കുക. ഞാൻ പരിപ്പ് കുതിർത്ത് വെച്ച വെള്ളമാണ് ഇട്ട് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഒരു ഒണിയൻ, ചെറിയ ഒണിയൻ, അതേപോലെ 4 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, 5 വെളുത്തുള്ളി, എന്നിട്ട് അത് ചെറുതാക്കി കഷ്ണാക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെക്കുക. അതിന് ശേഷം ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ചെറിയ ജീരകം 1/4 ടീസ്പൂൺ, ഉണക്കമുളക്, അതേപോലെ തന്നെ നമ്മൾ എടുത്ത് വെച്ച ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നിങ്ങൾ ഇതേപോലെ ഒന്ന് പരിപ്പ് കറി വെച്ച് നോക്ക് കേട്ടോ. സൂപ്പറാണ് കേട്ടോ, അടിപൊളിയാണ്. ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടാണ് പറയുന്നത്. പൂരിയിലേക്ക്, ചപ്പാത്തി, ചോറിലേക്കൊക്കെ നല്ല ടേസ്റ്റിയാണ് ഈ പരിപ്പ് കറി. അതിന് ശേഷം നമ്മളിത് വഴറ്റി കൊടുക്കുക. ഒരു തക്കാളി ഇട്ട് കൊടുക്കുക. 1.5 ടീസ്പൂൺ മുളക് പൊടി നിർബന്ധമാണ്. അതേപോലെ തന്നെ വേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു ചെറിയ ടീസ്പൂണ്, കുറച്ച് മതി കേട്ടോ, കായപ്പൊടി ഇട്ട് കൊടുക്കുക. നന്നായി വഴറ്റിയതിന് ശേഷമാണ് നമ്മൾ തക്കാളി, മുളക് പൊടി, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മൂടി വെക്കുക. എന്നിട്ട് നന്നായി ഉടഞ്ഞ് വെന്തതിന് ശേഷം നമ്മൾ ഈ പരിപ്പ് കറി എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുക. നിങ്ങൾ ഇതുപോലെ ചെയ്തിട്ട് കമൻറ്റ് പറയൂട്ടോ.